അർജുനെ ഇതേ ഇറങ്ങും മോനെ. മറ്റേ വിഷയല്ലേ തിരഞ്ഞെടുത്തത് ചേട്ടാ. ഇത് ബോയിങ്ങിൻ്റെ 777-300ER ഗംഭീര വിമാനം, ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ട്വിൻ എഞ്ചിൻ എയർക്രാഫ്റ്റ്. ഏകദേശം 350 പേരെ കൊണ്ടുപോകാൻ പറ്റും. മണിപ്പൂരിലെ ലാൻഡിങ് നല്ല കാഴ്ച. മണിപ്പൂർ രക്ഷ, അതായത് നിങ്ങൾ ആദ്യമായിട്ടല്ല മണിപ്പൂർ വരുന്നത്. ഞാൻ നോർത്ത് ഈസ്റ്റ് ആദ്യമായിട്ടാണ് വരുന്നത്. അവിടുത്തെ കാഴ്ചകൾ, ടെറൈൻ ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ 10-15,000 അടി മേലെ നിന്ന് ഈ സാധനം കാണുന്ന സമയത്ത് ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ കാഴ്ച എന്ന് പറയുന്നത്. പിന്നോണ്ട് താഴേക്ക് നോക്കുന്ന സമയത്ത് ഈ പാടങ്ങൾ, കുന്ന് പാടം ഭയങ്കര രസമൊരു ടെറൈൻ. വിശാലമായി വലിയൊരു പ്രദേശം നിറയെ പാടാണ്, കച്ചകത്തിക്കുന്നുണ്ട്. അതിനിടയിലിടയിൽ പച്ചക്കുന്നുകൾ, നല്ല രസമുള്ള കാഴ്ച. അത് ഭയങ്കര രസമാണ്. അതായത് നോർത്ത് ഈസ്റ്റും പിന്നെ കാശ്മീർ പോയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അവിടെ ഈ കടുക് പാടങ്ങൾ ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഏപ്രിലാണ് പോയത്, പക്ഷെ നല്ല മഞ്ഞുണ്ടായിരുന്നു മലകളിലൊക്കെ. മലകൾ, മഞ്ഞ കളറുള്ള കടുക് പാടങ്ങൾ, ഭയങ്കര രസമുള്ളൊരു വിഷ്വലായിരുന്നു. അതായത് നമ്മൾ ഇത്രയും മുകളിൽ നിന്ന് കാണുന്ന സമയത്ത് അതുപോലൊരു സംഭവം തന്നെയായിരുന്നു മണിപ്പൂരിൽ നിന്ന് കിട്ടിയത്. ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്, പക്ഷേ അധികം ആൾക്കാരങ്ങ് എത്തിപ്പെട്ടില്ല. പ്രത്യേകിച്ച് ഈ മണിപ്പൂരൊക്കെയാണ് ഇപ്പോൾ ഈ കലാപവും പ്രശ്നങ്ങളെല്ലാം കൂടെ ഉള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ട്. പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ പാടാണ്, ട്രെയിനില്ല, ഫ്ലൈറ്റ് അതും ചുറ്റി ഗുവാഹട്ടിയൊക്കെ വഴി അവിടെ നിന്ന് ബസ്സിൽ വരണം. ഫ്ലൈറ്റ് ആണെങ്കിലും ഇപ്പോൾ കൊൽക്കത്ത അല്ലെങ്കിൽ ഗുവാഹത്തി വഴി അവിടെ നിന്ന് ഇംഫാലിലേക്കാണ് കിട്ടുക. പക്ഷേ അതിനൊരു വിഷ്വൽ സെറീനിറ്റി എന്ന് പറയില്ല, നമുക്ക് വല്ലപ്പോഴൊക്കെ അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ യാത്ര തുടങ്ങുന്നത് മണിപ്പൂരിൽ നിന്നാണ്, അതുകൊണ്ട് വരാൻ പറ്റി. പക്ഷേ ഒഫീഷ്യൽ ഡ്യൂട്ടി അല്ലാതെ അത് ട്രിപ്പായിട്ട് ഒരു തവണ വരണമെന്നുണ്ട്. അതിന് കലാപവും കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നമാണ് പോലും. എന്നാലും സത്യം പറഞ്ഞാൽ വരണമെന്നുണ്ട്, അതല്ലാതെ കാഴ്ചകളാണ്. രാഹുൽ ഗാന്ധി തുടങ്ങുകയല്ലേ, രണ്ടാമത്തെ ഭാരത് ജോഡോ ന്യായ യാത്ര തുടങ്ങുന്നു. മണിപ്പൂർ, നാഗാലാൻഡ്, ആസാം, മേഘാലയ, അരുണാചൽ പ്രദേശ്, കാഴ്ചകൾ കുറേ കാണാനുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പുറകെ നമ്മൾ പോകുന്നു. കാഴ്ചകൾ തുടങ്ങുന്നുള്ളൂ. ഒരുപാട് പ്രതീക്ഷയുണ്ട് എന്തായാലും ഈ കാര്യത്തിൽ. അപ്പോൾ അങ്ങ് അടിച്ച് പൊളിക്കണ്ട നമുക്ക്. യെസ്.